സ്ഥിരം ഒരു സ്പോട്ടിൽ നിന്ന് മന്തി കഴിച്ച് മടുത്തിരുന്നിട്ട് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളാണ്, കോഴിക്കോടുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഗസാനിയ ബൈ അൽബൈക്ക്. മലബാറിലെ രുചി വൈവിധ്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്. ഇവിടെ നമുക്ക് മന്തിൻ്റെയും അൽഫാമിൻ്റെയും ബിരിയാണീൻ്റെയും ഒന്നും സ്മെല്ലില്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകില്ല കേട്ടോ. സമയം വൈകുന്നേരം 4 മണിയാണേ. വിശന്ന് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഒരു വഴിക്ക് പോവുമല്ലേ, എന്നാൽ ഒരു സ്റ്റാർട്ടറും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. അക്ഷയൻ്റെയും ദിവ്യേൻ്റെയും ഫേവറേറ്റ് ആണ് ഈ ഹോട്ട് ആൻഡ് സോർ സൂപ്പ്. ആക്ച്വലി സൂപ്പിൻ്റെ ഫേവറേറ്റ് അല്ല. ഇൻ കേസ് ഞാൻ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രീമൊക്കെ ഉള്ള ചിക്കൻ്റെ സൂപ്പില്ലേ, അതാണ് ഞാൻ കഴിക്കാറ്. പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം സ്പൈസി ആയതുകൊണ്ട് തന്നെ കുറച്ച് കുടിച്ച് ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചിക്കൻ്റെ ക്വാണ്ടിറ്റീനെ പറ്റി പറയാതിരിക്കാൻ പറ്റും കേട്ടോ. സാധാരണ എവിടെ കിട്ടുന്നതിനെക്കാട്ടിലും ചിക്കൻ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിരുന്നപ്പോഴേക്കും ആവി പറക്കുന്ന മന്തി നമ്മുടെ ടേബിളിലെത്തി. മയണീസും സാലഡും സോസും അൽഫാമൊക്കെ ആയിട്ട് ടേബിൾ ഫുള്ള് സാധനങ്ങളായിട്ടോ. മമ്മൂട്ടി പറഞ്ഞ പോലെ ആഹാരം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ അവസാനം മരുന്ന് ആഹാരം പോലെ കഴിക്കേണ്ടി വരുന്നതാണെങ്കിലും ഇതിൻ്റെയൊക്കെ മണം നമ്മുടെ അടുത്തുകൂടി പോയാൽ നമ്മളെങ്ങനെ കഴിക്കാതെ വരും. എൻ്റെ സൂപ്പ് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നീ മാറ്റി വെച്ചാൽ നിൻ്റെ സൂപ്പ് കൂടി എനിക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള മത്സരത്തിലാണ് കേട്ടോ ദിവ്യേൻ്റെ അക്ഷയൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വകയാട്ടോ ഇന്നത്തെ ഈ ചിലവ്. അപ്പം ഞാൻ അതിഥിയാണല്ലോ, എൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം തട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പ്ലേറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റിച്ച് അവൻ്റെ പ്ലേറ്റിലേക്ക് എന്നെ ആദ്യം തട്ടി. ഈ വിശന്ന് ഉരിഞ്ഞിരിക്കുന്ന സമയത്ത് ആദിത്യ മര്യാദയ്ക്കൊന്നും പ്രത്യേകിച്ച് സാധനമൊന്നും ഇല്ല പോലും. സാധാരണ മന്തിയുടെ കൂടെ വരുന്ന സാലഡൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഇതിനകത്ത് ആ ലെറ്റ്യൂസിൻ്റെ ഇലയൊക്കെ കണ്ടപ്പോൾ ഞാനൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴേക്കും അവൻ എൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് മന്തി ഇട്ട് തന്നു. ആക്രാന്തം കൊണ്ടും വിശപ്പ് കൊണ്ടും കൈ ഉള്ളിയാലും വേണ്ടില്ല കേട്ടോ, ഒരു ചിക്കൻ്റെ കഷ്ണം എങ്ങനെയൊക്കെയോ നുള്ളി പറിച്ച് ഞാൻ എടുത്തിട്ടുണ്ടേ. അൽഫാമിൻ്റെയും മന്തിൻ്റെയും വിശേഷം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. വിശപ്പ് കൊണ്ടാണോ ടേസ്റ്റ് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, വയറ് നിറച്ച് കഴിച്ചു. നമ്മൾ കൊടുക്കുന്ന കാശിന് ഫുഡിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടേസ്റ്റ് ഇത് മൂന്നും ഇവിടെ ബെസ്റ്റായിരിക്കും. അപ്പോൾ പേര് മറക്കണ്ട, ഗസാനിയ ബൈ അൽബൈക്ക്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.